ട്രാൻസ്ജെൻഡർ പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡറിനെ കെട്ടാൻ വേണ്ടിയിട്ട് വരണമെന്ന് ആശയും ജാസിയും പറഞ്ഞപ്പോൾ ഈ ആശിയുടെ ജാസിൻ്റെ പുതിയാപ്പിള എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ആശി ഉണ്ടല്ലോ കോലം കെട്ടവൻ, അവൻ്റെ ഉമ്മാടെ ഒരു വോയിസ് ഞങ്ങൾക്ക് കേൾപ്പിച്ചാരാ. കേക്ക്. അതെ, ഞാൻ പറയുന്നതിന് മറുപടി നീ പറഞ്ഞു മോനെ. ഇനി സമൂഹത്തില് കണ്ണീര് തന്നെ ഉമ്മമാരുണ്ടാകട്ടെ കൊണ്ടാണ് ഇവന് കെട്ടാൻ വരാൻ പറയണതേ. ഞാൻ കണ്ണീര് കുടിക്കണില്ലേ, അതേപോലെ ഇനിയുള്ള ഉമ്മമാര് കണ്ണീര് കുടിക്കട്ടായിട്ടാണ് ട്രാൻസ്ജെൻഡർമാരെ കെട്ടാന് മുന്നോട്ട് വരും പറയണത്. ഞാൻ കണ്ണീര് കുടിച്ചിട്ട് ഇരിക്കണ്ടല്ലോ, ഇനി അതുപോലെ എല്ലാവരും കണ്ണീര് കുടിക്കട്ടെ. നിങ്ങളൊക്കെ പിന്നാലെ നടക്കുന്ന നാറികളുണ്ടല്ലോ, ആ നാറികളെ വേണം പറയാൻ. എന്റെ വർത്താനം ഞാൻ പറയണ മറുപടി നീ പറഞ്ഞു. ഇതിൻ്റെ ബാക്കി വോയിസ് ഫുള്ള് ഈ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഫുള്ള് വീഡിയോസ് കാണും. അതുപോലെ തന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് പോയി നോക്ക്. ഞാനൊരു വീഡിയോസ് ചെയ്തപ്പോഴേ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിലും നമ്മുടെ പി എമ്മിലും വന്ന് ചോദിച്ചു, അവരുടെ ഉമ്മാടെ അടുത്ത് പോകുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ആശി എന്ന് പറയുന്ന തീട്ടം കേട്ടോ, ആ നായിക്കാട്ടത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവൻ്റെ ഉമ്മാടെ അടുത്ത് അവൻ പോകുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്, അവന് വിടുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്, അവൻ പോയി വരുന്നുണ്ടെന്ന്. അവൻ്റെ ഉമ്മ പറയുന്ന വോയിസിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആ ഉമ്മാൻ്റെ അടുത്തൊന്നും ഇപ്പം പോകില്ല, അവൻ പോയാൽ തിരിച്ചു വരില്ല. അവനെ ജ്യേഷ്ഠന്മാർ പിടിച്ചിട്ടിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹലിലുള്ള ആൾക്കാരെന്നെ പിടിച്ചിട്ട് തല്ലും. കാരണം ഒരു എന്താ പറയുക, ഒരു സമൂഹത്തിനെ മൊത്തം തന്നെ ഇല്ലാതാക്കിയ ഒരു ടീമാണ് ഇവരെയാണ് ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണത്. സത്യത്തിലേ ഉമ്മ ആരാന്നും മാതാവ് എന്താണെന്നും ഒന്നും ഒരു വിവരം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. ഇവരുടെ ആ ലൈഫ് എൻജോയ് ചെയ്യുക, ഇതന്നെയാണ്. ഒരു ബോധം എന്ന് പറഞ്ഞ സംഭവം ഇവരുടെ ഇതിലില്ല. ഇവരിങ്ങനെ ആരെങ്കിലുമൊക്കെ പറയും, അപ്പോൾ ഇതാക്കും. മറ്റേ കൂടെയുള്ളവൻ കണ്ടോ, ഈ ജാസി എന്ന് പറയുന്ന ആ കുണ്ടൻ, അവൻ്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ ഇന്ന് ചിലപ്പോൾ ദേവിയായിട്ട് വരും, നാളെ ബീവിയായിട്ട് വരും, മറ്റന്നാൾ മൂദേവിയായിട്ട് വരും. അവൻ അങ്ങനെ ഒരു ലോകത്തിൽ നടക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉപ്പാടെ ഖബറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും എന്ന് പറയും. അത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. നിങ്ങൾക്ക് അവർ ചെയ്യുന്ന 100%. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ലൈവിൽ ഇങ്ങനത് ചെയ്യണമെങ്കിൽ ഞാനൊരു ദിവസം ലൈവ് ഇട്ടിട്ട് അവൻ്റെ ഉമ്മാനെ വിളിച്ച് സംസാരിക്കാം. അവൻ്റെ ഉമ്മാനെ ഞാൻ വിളിച്ചിട്ട് സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് മതി അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്താണ് അവസ്ഥ എന്നുള്ളത്. അറിയോ, അവർ ജസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കതൊന്ന് ഇത് ചെയ്യണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു തരാം. ഈ വോയിസ് ആശിയുടെ ഉമ്മയുടെ വോയിസാണ് കേട്ടോ. അതെ, ഞാൻ പറയുന്നതിന് മറുപടി നീ പറഞ്ഞു മോനെ. ഇനി സമൂഹത്തില് കണ്ണീര് തന്നെ ഉമ്മമാരുണ്ടാകട്ടെ കൊണ്ടാണ് ഇവന് കെട്ടാൻ വരാൻ പറയണതേ. ഞാൻ കണ്ണീര് കുടിക്കണില്ലേ, അതേപോലെ ഇനിയുള്ള ഉമ്മമാര് കണ്ണീര് കുടിക്കട്ടെ കൊണ്ടാണ് ട്രാൻസ്ജെൻഡർമാരെ കെട്ടാന് മുന്നോട്ട് വരും പറയണത്. ഞാൻ കണ്ണീര് കുടിച്ചിട്ട് ഇരിക്കണ്ടല്ലോ, ഇനി അതുപോലെ എല്ലാവരും കണ്ണീര് കുടിക്കട്ടെ. നിങ്ങളൊക്കെ പിന്നാലെ നടക്കുന്ന നാറികളുണ്ടല്ലോ, ആ നാറികളെ വേണം പറയാൻ. എന്റെ വർത്താനം ഞാൻ പറയണ മറുപടി നീ പറഞ്ഞു മോനെ. അൽഹംദുലില്ലാ, കുഴപ്പമില്ല മോനെ, സുഖാണ്. ഞങ്ങളൊക്കെ ഒഴിവാക്കി മോനെ. അങ്ങനത്തെ ഒരു മോനെ ഇല്ല. ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാത്തിനും പോയി ഇങ്ങനില്ല. ഞങ്ങൾ അങ്ങനത്തേനെ ഒഴിവാക്കി. കുടുംബത്തോടെ വർത്താനല്ല. അതിനെ അവന്റെ മകനും വിളിക്കുന്നില്ലല്ലോ എനിക്ക്. ഇന്നത്തെ ജാതിയിലൂടെ നമ്മൾ മാനക്കേടുണ്ടാവുക. ഇവരിങ്ങനെ കുറെ ടൂർ വേണം, കുറെ തിന്നണം, എന്താ പറയാ. അവന്റെ വർത്താനം ഇവിടെ പറയില്ല മോനെ. ഫോൺ ചെയ്തിട്ട് അത്രയായി വിളിക്കലില്ല, ഒന്നുമില്ല. അവനിക്ക് ഉമ്മാന്നേ മറന്നു. അവനൊരു വാക്കിലും അവരല്ല ഇവൻ പറയില്ല. എന്റെ അമ്മേന്റെ തൂയി അങ്ങനെ ഒന്നും പറയല്ലോ. അവനൊക്കെ ഞങ്ങളെ മറന്നു. അങ്ങനത്തെ ഒരു ഉമ്മയില്ല. അവനെ ഞാൻ പ്രസവിച്ചിട്ടല്ല. അങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്. വിളിച്ചാന്നല്ല വലിയ എനിക്കൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പത്തൊന്നും കണക്കാക്കണ്ട. നിനക്ക് എപ്പോഴായാലും ഒരു പ്രതിഫലം കിട്ടും. അവൻ വല്ല കർമ്മ അതുപോലെ ഒരു കർമ്മം ഉണ്ടാവുമായിരിക്കും. അവളല്ലേ വലിയ. ഞങ്ങളതിന് അവന്റെ വർത്താനല്ല അവിടെ ഒരു കാര്യത്തിനില്ല. റേഷൻ കാർഡിൽ പേരില്ല, ആധാർ എടുത്തിട്ടില്ല, റേഷൻ കാർഡിലില്ല, ഇവിടെ ഒന്നിനും അവന്റെ പേര് ഇവിടെ ഇല്ല. എനിക്കതിന് ഇങ്ങനെയല്ല. ഇപ്പൊ 2 മക്കളോട് എനിക്ക് 3 ഇപ്പൊ 2 ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ എനിക്ക് ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിനൊക്കെ അതിലൊക്കെ തരണം ചെയ്ത് പോവുകയാണെന്നല്ലേ. അതിന്റെ അവസ്ഥ ഒന്നും പറയാൻ പറ്റും. അങ്ങനത്തെ അവസ്ഥയാണ്. അതാ അതൊരവസ്ഥ. ഒരു അടിയന്മാർക്കും പഠിച്ചും കൊടുക്കരുത്, ഒരു അനീതിയും ബുദ്ധിമാർക്കും. കേട്ടോ ഇത് ആശി എന്ന് പറയുന്നവൻ്റെ ഉമ്മാടെ വോയിസാണ് ഇത്. കേട്ടോ, കേൾക്കുന്നുണ്ടോ?
ഇവരിങ്ങനെ തോന്നിവാസം പറഞ്ഞിട്ട് ആ ഉമ്മാനെ കള്ളത്തിയാക്കണില്ലേ ഇല്ലേ? ആ ഉമ്മാനെ കള്ളത്തിയാക്കുന്ന ഈ കള്ള കഴിവേറികളില്ലേ, അവരുടെ വോയിസാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള വോയിസാണിത്. ആ മഹാസാധുവാ. എടാ എന്ത് സ്നേഹമുള്ള ഒരു ഉമ്മാനെ എടാ നായി എനിക്ക് കിട്ടിയത്. എന്തൊരു സ്നേഹം. ഞങ്ങൾ പോയിട്ട് സംസാരിച്ചതാ. ഞാൻ, നാസർക്ക, റാഫി, അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ പോയിട്ട് കണ്ടതാ ആ ഉമ്മാനെ. അതിൻ്റെ സ്നേഹം, അതിൻ്റെ കണ്ണിന്ന് കണ്ണീര് വന്നിട്ട് ഇവിടെ കളറയക്കണ്. ആ നിനക്ക് വേണ്ടിയിട്ട് കരഞ്ഞതാ നായിയെ, നിനക്ക് വേണ്ടി കരഞ്ഞതാ. എന്നിട്ട് നീ എവിടെയാ? നീ ഇപ്പോഴും അവൻ്റെ ഇത് മൂടും മണപ്പിച്ചിട്ട് നടക്കുകയല്ലേ? അല്ലേ? എന്താ നിൻ്റെ ഒരു അവസ്ഥ? എന്നിട്ട് നീ ഇങ്ങനെ ഈ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ മറ്റതാണ് മറിച്ചതാണ്, അതിൻ്റെ ഒരു അഹങ്കാരം. നിൻ്റെ അഹങ്കാരം. പടച്ചോന്ന് പറയുന്നതിന് വലിയവനാ. വലിയ ഇതൊന്നും വേണ്ട. അതിന് ചെറിയ ഒരു നീ കഴിക്കുന്ന മീനില്ലേ, അതിൻ്റെ ഒരു മീനിൻ്റെ മുള്ള് മതി. അല്ലെങ്കിൽ നീ ഇപ്പോൾ വെജിറ്റേറിയൻ ആണല്ലോ, ചാത്തൻ കഴിക്കാത്തതുകൊണ്ട് നീയും കഴിക്കൂലല്ലോ. നീ വെജിറ്റേറിയൻ ആയല്ലോ, മറ്റേ ചാത്തൻ നിൻ്റെ കൂടെയുള്ള ചാത്തൻ കഴിക്കൂല, അപ്പോൾ നീയും കഴിക്കൂലല്ലോ. അപ്പോൾ ചാത്തന് കഴിക്കാത്ത സംഭവം നീ മുരിങ്ങാക്കോല് തിന്നുമല്ലോ അല്ലേ? മുരിങ്ങക്കായ തിന്നുമല്ലോ. ആ തിന്നുന്ന ആ ഒരു സാധനം മതി തൊണ്ടയിൽ കുത്തിക്കയറാൻ. അത് മതി നിനക്ക് അവസാനമാവാൻ. അന്നേരം തിരിയും നിനക്ക്. ഈ മാതാപിതാക്കന്മാരുടെ ഈ വിറ്റങ്ങളെ ഇടങ്ങറാക്കിയിട്ട് എവിടെ കൊണ്ടുപോയാലും അന്നെ എന്ത് ബുദ്ധിമുട്ടാണ് വിറ്റങ്ങളെ ബുദ്ധിമുട്ടിച്ച്. എന്തിനാ വിറ്റങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ ചെയ്യുന്ന തെമ്മാടിത്തരം ഉണ്ടല്ലോ, ശരിക്കും പക്ക തെമ്മാടിത്തരം. നീ ഫ്രോഡ് പണിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ എന്താ പറയുന്നത്? ഞാൻ വിളിക്കാറുണ്ട്, ഉമ്മാക്ക് അത് കൊടുക്കാറുണ്ട്, ഉമ്മാക്ക് കൊടുക്കുന്നുണ്ട്. എത്രയായി കോൾ ചെയ്തിട്ട്, എത്രയായി വിളിച്ചിട്ട്? അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വെട്ടിക്കണമെന്നാണ് പറഞ്ഞത്. എൻ്റെ പേരിൽ ആധാർ കാർഡിലില്ല, റേഷൻ കാർഡിലില്ല, ഒരിതിലുമില്ല നീ ആ കുടുംബത്തിൽ. നിന്നെ ഒഴിവാക്കിയാ വിറ്റ. എന്നിട്ട് നീ എന്തിന് ഈ കളവ് പറയുന്നത്? നീ ഇങ്ങനെ പറഞ്ഞോ? നീ നിൻ്റെ ഉമ്മാനെ വിളിക്കലില്ല, നിൻ്റെ ഉമ്മാനെ എനിക്ക് വേണ്ട, നിൻ്റെ ഉമ്മാനെ എന്ത് ഞാൻ കമ്പനിയില്ലാന്ന് പറഞ്ഞോ? വെറുതെ എന്തിനാ ആ ഉമ്മാനെ കുറിച്ചിട്ട് നുണ പറയണത്? കള്ള കഴിവേറികളെ. അതുകൊണ്ടാണ് പറയണത്, നിങ്ങളിത് മൊത്തം ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ ഈ വീഡിയോസ്. ഒരുമ്മമാരെ ഈ ഇത് അനുഭവിക്കാൻ പാടില്ല. കാരണം പറയുന്നത് കേട്ടോ, ഇനി ഒരു ഉമ്മമാരും അനുഭവിക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് അവസാനത്തെ ആവട്ടെ എന്നാണ് പറയണത്. ആ ഉമ്മാനെ വെച്ചിട്ടാണ് ഈ നുണ പറയുന്നത് ഈ കള്ള കഴിവേറിയുള്ളൂ. ഇവര് റീച്ചിന് വേണ്ടിയിട്ട് ആ മാതാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ.